നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പോർട്ടലിൽ DGയുടെ ഒരു സർക്കുലർ ഉണ്ട്. ഫിനാൻസ് റിക്കൺസിലിയേഷൻ ഓഫ് റെസിപ്റ്റ്സ്. ഫിനാൻസിൽ നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. 29/1/2025 വന്ന സർക്കുലറാണ്. നമുക്കത് കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് മാനുവലിലെ 72-74 പ്രകാരം വരവ് ചെലവ് കണക്കുകൾ AGയുടെ സൈറ്റിൽ പൊരുത്തപ്പെടുത്താൻ എന്ന് റിക്കൺസിലിയേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. എല്ലാവരും സർക്കുലർ വായിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ ഓഫീസുകളിലും ഇത് പൂർത്തിയാക്കണം. ഹയർ സെക്കൻഡറി എല്ലാ എയ്ഡഡ് ഗവൺമെന്റ്, ഇതിപ്പോൾ പലരും സംശയം ചോദിക്കുന്നുണ്ട് എയ്ഡഡിനുണ്ടോ എന്ന്. കൃത്യമായിട്ടുണ്ട്. എയ്ഡഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, അതായത് ട്രഷറിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളും ഇത് പൂർത്തിയാക്കണം. ഇതാണ് വെബ്സൈറ്റ്. 15/2 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാ പ്രിൻസിപ്പൽമാർക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. നമുക്കിത് AGയുടെ സൈറ്റിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കതിന് വേണ്ടി നമുക്ക് സർക്കുലർ കണ്ടു. നമുക്കൊരു നോട്ട് എല്ലാവർക്കും കണ്ടിരുന്നു. ഇതിൻ്റെ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു നോട്ട് നമ്മൾ കണ്ടിരുന്നു ഓൺലൈൻ റിക്കൺസിലിയേഷൻ്റെ. നമ്മൾ ആ ഒരു നോട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യുക എന്ന് നോക്കാം. ഇതാണ് അക്കൗണ്ട് ജനറലിൻ്റെ വെബ്സൈറ്റ്. kcmp.ag.kr.cag.gov.in ലോഗിൻ. നമ്മൾ നേരിട്ട് ലോഗിൻ പേജിലേക്കാണ് പോയത്. ഇതിന് ഹോം പേജ് ഉണ്ട്. നമ്മൾ നേരിട്ട് ഹോം പേജിലേക്കാണ് പോയത്. ഇപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഇത് ഓപ്പൺ ആയതിനു ശേഷം 2 ദിവസമൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റി. പിന്നെ വീണ്ടും എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പറ്റാത്തൊരു AGയുടെ വെബ്സൈറ്റ് ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ നമുക്ക് വ്യൂ ഓപ്ഷൻ ഉണ്ടായില്ല. അപ്പോൾ പലർക്കും അത് പറയുന്നുണ്ടായിരുന്നു. 502 പ്രോക്സി എറർ ആയിരുന്നു. ഇപ്പോൾ എറർ മാറിയിട്ടുണ്ട്. നമ്മൾ എറർ മാറിയിട്ട് വീഡിയോ ചെയ്യാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇന്ന് എറർ മാറി അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റ്, AGയുടെ വെബ്സൈറ്റ്. നമുക്കിപ്പോൾ നമ്മൾ 2020 ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ചെയ്തിരുന്നു. ഓൺലൈനും ഓഫ്ലൈനും, അതായത് അത് 2020 ഒക്ടോബർ വരെ ഓഫ്ലൈനും അതിനുശേഷം ഓൺലൈൻ ഈ AG ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോ 2020 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു സർക്കുലർ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ വീണ്ടും അന്ന് നമുക്ക് ഓഫ്ലൈൻ്റെ മാത്രമേ ലിങ്ക് ലഭ്യമായിട്ടുള്ളൂ. ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ആയിരുന്നു ആ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞത്. ഇതിൻ്റെ ലോഗിൻ ക്രിയേഷൻ നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്നവർക്ക് വേണ്ടി ആ ലോഗിൻ ക്രിയേഷൻ നോക്കാം. നമുക്ക് നമ്മുടെ DDO കോഡാണ്. നമ്മൾ ഇതിൽ ക്രിയേറ്റ് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ആദ്യമായിട്ട് ലോഗിൻ ചെയ്തവർക്ക് ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് DDO കോഡ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ പെൻ DDO PPO, അതായത് AGയുടെ വെബ്സൈറ്റ് നമുക്ക് ഗവൺമെൻറ് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് എല്ലാവർക്കും ഈ ഒരു സൈറ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ DDO ലോഗിൻ വെച്ചാണ്. അപ്പോൾ അതത് സ്ഥാപനത്തിൻ്റെ DDO ഞാനത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ DDO കോഡ് 10 ഡിജിറ്റ് DDO കോഡ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമെയിൽ. ഈ ഇമെയിലും ഫോൺ നമ്പറും സ്പാർക്കിൽ DDO സ്പാർക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായി കൊടുത്താലാണ് നമുക്ക് ഫോണിലോട്ടും അതുപോലെ തന്നെ ഇമെയിലിലോട്ടും ഇതിൻ്റെ പാസ്വേഡ് അയച്ചു തരുള്ളൂ. നമ്മളിതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അയച്ചു തരും. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് വരും, അതുപോലെ ഇമെയിലിലേക്ക് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, DDO സ്പാർക്കിൽ എങ്ങനെയാണോ ഇമെയിൽ കൊടുത്തിരിക്കുന്നത്, ഏത് ഫോൺ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം കൊടുക്കുക. വേറെ ഒന്നും കൊടുക്കരുത്. നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് കിട്ടില്ല. അതിനുശേഷം ഈ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് വന്നു ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഉടനെ തന്നെ പാസ്വേഡ് മാറ്റുക. അപ്പം ഞാൻ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ ലോഗിൻ പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ പേജിലേക്ക് പോയി നമുക്ക് ലോഗിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി ഞാനത് ലോഗിൻ ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ DDO കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. DDO കോഡ് ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് അടിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൊബൈലിലേക്ക് വരുന്ന പാസ്വേഡ് നമ്മൾ മാറ്റി പുതിയ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡ് കൊടുക്കുക, ഈ ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൃത്യമായി കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇപ്പം നമുക്ക് ലോഗിനായി. AG അക്കൗണ്ട് ജനറൽ ANE കേരള, ഇതാണ് നമ്മുടെ ലോഗിൻ പേജ്. ഇതിൽ ഹോം ഉണ്ട്,
നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. പാസ്വേഡ് മാറ്റുന്നതിന് ഓപ്ഷൻ ഉണ്ട്, ലോഗ് ഔട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് VLC. നമ്മൾ നേരത്തെ ആ നോട്ട് കണ്ടിട്ടുണ്ടാവും. ഈ നോട്ടിൽ നമ്മൾ ഇതേ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ പറയുന്നുണ്ട്, ഒരു ലോഗിൻ അതിന്റെ നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ പാസ്വേഡ്, മൊബൈൽ നമ്പർ, കൃത്യമായിട്ടുള്ള യൂസർ നെയിം കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് സ്പാർക്കിൽ ഇമെയിലും മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വെച്ച് ചെയ്യുക. അത്ര സ്റ്റെപ്പ് നമ്മൾ നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് VLC. ഈ VLC പലരും ഈ VLC കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ സൈറ്റിലില്ല. അപ്പോൾ നമ്മൾ VLC ആണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ആ VLC ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണുന്നത് 3 ഓപ്ഷനാണ്. നമ്മളിത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വീഡിയോയിലേക്ക് വരാം. DDO അപ്രൂവ് ചെയ്യേണ്ട പെൻഡിങ് ലിസ്റ്റ്, അപ്രൂവ്ഡ് ലിസ്റ്റ്, റിജക്ട് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇങ്ങനെ 3 ലിസ്റ്റ് കാണിക്കും. ഓരോ മാസത്തെയും സ്റ്റേറ്റ്മെന്റ് നേരെ വ്യൂ, ആക്സെപ്റ്റ്, റിജക്ട്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ പെൻഡിങ് കാണാം. അപ്പോൾ നമ്മൾ നോക്കണം. എല്ലാ ബില്ലുകളുടെയും വിവരങ്ങൾ ഒറ്റ PDF ആയിട്ട് ലഭിക്കും. ഒരു മാസത്തെ എല്ലാ ബില്ലിലെയും തുകകൾ ഹെഡ് ഓഫ് അക്കൗണ്ട് തിരിച്ചു നൽകിയിട്ടുണ്ടാവും. നമുക്കത് വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പ്രതിപാദിക്കാം. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓരോ ഒന്ന് തിരിച്ച് കാണാനായിട്ട് സാധിക്കും. ഹെഡ് വെരിഫൈ ചെയ്യുക, എൻകാഷ് ചെയ്ത ബില്ല് ഉൾപ്പെടുന്ന ഉറപ്പാക്കണം, അത് ക്ലോസ് ചെയ്യുക. അത് എല്ലാം ശരിയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. സക്സസ്ഫുള്ളി കഴിഞ്ഞു. അത് അപ്രൂവ്ഡ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഇത്രയുമാണ്. നമുക്ക് എന്തെങ്കിലും റിജക്ഷൻ, എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ റിജക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, റിജക്റ്റ് ഉള്ളവർക്ക് ഇതിൽ സബ്മിറ്റ് റീസൺ കൊടുത്ത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റിജക്റ്റഡിൽ കാണിക്കും. ഇത്രയുമാണ് നമുക്ക് ആ വീഡിയോ ഇതിന്റെ നോട്ട്. ഈ നോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോട്ട് കണ്ടു. നമുക്കിപ്പോൾ ഇവിടെയാണ് VLC എന്നൊരു ഓപ്ഷൻ കാണുന്നത്. ഓക്കെ, ഈ VLCയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. VLCയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ 2024 12-ാം മാസം വരെയുള്ള എല്ലാ ബില്ലും ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ 5 പേജ്, ലാസ്റ്റ് പേജ് 5-ാമത്തെ പേജ് എടുക്കണം. ഇവിടെ നിന്നിട്ട് 2020, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 2020 മുതൽ ഇത് ആക്റ്റീവാണ്. ഓൺലൈൻ വെബ്സൈറ്റ് 2020 മുതൽ ആക്റ്റീവാണ്. നമ്മുടെ ലാസ്റ്റ് പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, 5-ാമത്തെ പേജാണ്. അപ്പോൾ 8/2020 മുതലുള്ള എല്ലാം നമുക്ക് ഇവിടെ ആക്സെപ്റ്റ് ആണ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നെടുത്ത് വെരിഫൈ ചെയ്യണം. ഇതെങ്ങനെ വെരിഫൈ ചെയ്യാൻ നോക്കാം. ഞാനിതിൽ സെലക്ട് ചെയ്യുന്ന ബില്ല് 8/2022, അതായത് ഓഗസ്റ്റ് 2022 ബില്ലാണ് ഇപ്പോൾ നമ്മളിതിൽ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 8/2022 ഓഗസ്റ്റിൽ ബില്ലാണെങ്കിൽ അത് എൻകാഷ് ചെയ്തത് ട്രഷറിയിൽ വന്നത് സെപ്റ്റംബർ മാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാസം, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു മാസം പറയുന്നെന്ന് മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കുന്നത് 9-ാം മാസമാണ്. നമുക്ക് വ്യൂ, ആക്സെപ്റ്റ്, റിജക്ട്. നമുക്ക് മുൻപൊക്കെ ഈ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 502 പ്രോക്സി എറർ ആണ്. ഇപ്പം അത് മാറി. ഇപ്പം നമ്മുടെ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് PDF വന്നു. അപ്പോൾ നമ്മുടെ സൈറ്റ് ആക്റ്റീവായി, സൈറ്റ് വർക്ക് ചെയ്തു. ഇതാണ് നമുക്ക് 9-ാം മാസം. ഞാൻ 8-ാം മാസം സാലറി ബില്ല് പറയുന്നു. അപ്പോൾ 9-ാം മാസം ക്യാഷ് ചെയ്താണ്. ആ 9/22 ക്യാഷ് ചെയ്ത് മന്ത് വന്നു. അതിൻ്റെ ബിൽ കൺട്രോൾ കോഡ് വന്നു, DDO കോഡ് വന്നു, ട്രഷറി സീക്വൻസ് വന്നു, അതിൻ്റെ ഡേറ്റും ടൈമും വന്നു, സീക്വൻസ് ഡേറ്റ് ടൈമും വന്നു, ഹെഡ്, നമ്മുടെ സാലറി ഹെഡ് കൃത്യമായിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ഈ 3 ബില്ലാണ് ഇപ്പോൾ 9-ാം മാസം നമ്മുടെ ട്രഷറിയിൽ നമ്മുടെ ഇതിൽ ക്യാഷ് ആയിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രഷറി ബിൽ ബുക്ക് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഏത് മാസങ്ങൾ വന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബില്ല് കിടക്കുന്നത് ഇതിൽ നമുക്ക് 05 ആണ്. നമ്മുടെ സാലറി ഹെഡ് 05. ഇത് ഗസ്റ്റിന്റെ ബില്ലാണ്. ഇപ്പോൾ 41,250 ഗസ്റ്റ് സാലറി ബില്ല്. അപ്പോൾ നമ്മുടെ ബിൽ ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും. ഇത് 3 ലക്ഷം രൂപ വന്നിരിക്കുന്നത് 0101 സാലറി ഹെഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഓണത്തിന് അഡ്വാൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വന്നൊരു ബില്ലായിരിക്കാം. അതുകൊണ്ട് ഇത് വേറൊരു ബില്ല. നമ്മുടെ ബിൽ ബുക്ക് നോക്കി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് സാലറി ബില്ലാണ്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാലറി ബില്ലാണ്. ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് മാത്രം. അപ്പോൾ സാലറി ബില്ലിൽ വരുന്ന തുകകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 8-ാം മാസം. ഇത് നമ്മൾ 8-ാം മാസത്തെ ബില്ലാണ്. അപ്പോൾ നമ്മൾ ആ ബില്ല് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 8-ാം മാസത്തെ ബില്ല് നമ്മൾ എടുത്തു. 8-ാം മാസത്തെ ബില്ല് എടുത്തു. നമുക്കത് ശരിയാണെന്ന് എങ്ങനെ നോക്കാം. ഇത് നമുക്ക് ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ആ പ്രിന്റിൽ നോക്കി ജസ്റ്റ് വേഗം വെരിഫൈ ചെയ്ത് പോവാം. നമ്മളിപ്പോൾ ഈ പ്രിന്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇത് ഓൺലൈൻ സിസ്റ്റത്തിൽ തന്നെ എങ്ങനെ വെരിഫൈ ചെയ്യാന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് പേ വന്നിരിക്കുന്നത്, നമുക്ക് ഹെഡ് നോക്കാം. നമ്മുടെ ഹെഡ്, സാലറി ഹെഡ് 0101, ഈ ഹെഡ് കൃത്യമായിട്ട് നോക്കുക, സാലറി ഹെഡ്. അപ്പോൾ അതിൽ
01 13,77,600. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എത്രയാണ് നോക്കാം. 01 വന്നിരിക്കുന്നത് 13,77,000 ആ എമൗണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആ എമൗണ്ട് ചെക്ക് ചെയ്യുക, ആ എമൗണ്ട് തന്നെയാണ് വന്നത് നോക്കുക. അതുപോലെ അടുത്തത് DA വന്നത് 96,432. നമുക്ക് ഈ ബില്ലിൽ നോക്കിയാൽ അറിയാം നമ്മുടെ DA വന്നിരിക്കുന്നത് 96,432 കറക്റ്റ് ആണ്. അപ്പോൾ ഇത് വെരിഫൈ ഓക്കെ ആണ്. ഇനി അടുത്തത് ഇവിടെ വന്നിരിക്കുന്നത് HRA വന്നിരിക്കുന്നത് 1,29,430. നമുക്കിതിൽ നോക്കാം 1,29,430. നോർമലി ഇതെല്ലാം എല്ലാ മാസത്തെയും ശരിയാവാനാണ് സാധ്യത, തെറ്റ് വരാൻ സാധ്യത വളരെ അപൂർവമാണ്. അടുത്തത് ഇതിൽ കിടക്കുന്നത് 284 അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഹയർ ക്വാളിഫിക്കേഷൻ അലവൻസ് 284 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലത് കൃത്യം വന്നിട്ടുണ്ട്. ബില്ലിന്റെ ഗ്രോസ് 16,03,746 രൂപ. അതാണ് ബില്ലിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് 8 മാസത്തെ 1 തൊട്ട് 31 വരെയുള്ളതാണ്. അതിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത് 16,37,746 രൂപ. അപ്പോൾ ഇത് ശരിയാണ്. ഈ ബില്ലിന്റെ ഹെഡുകളിലേക്ക് പോയ തുക, ബില്ല് മാറിയതും AGയുടെ സൈറ്റിലുള്ള തുകയും തുല്യമാണ്. വേറെ കറക്ഷൻസ് ഇല്ല. ആ മാസത്തെ എല്ലാ ബില്ലുകളും വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഈ PDF വേണമെങ്കിൽ നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നീട് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് റിക്കൺസിലിയേഷൻ്റെ ഒരു ഫയലിലായിട്ട് 8/2022 കൊടുത്തിട്ട് നമുക്കത് ഫയല് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് റെഫറൻസിന് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ നമുക്ക് തന്നെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും ചെയ്ത് നമുക്കത് ഉറപ്പാണ്. അപ്പോൾ 8 മാസത്തെ നമുക്ക് 9 മാസത്തേലാണ് നമ്മൾ നോക്കുന്നത്. നമുക്കത് ആക്സെപ്റ്റ് ആണ്, അതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ ആക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം റിജക്ട് ചെയ്ത്, റിജക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ റീസൺ കൊടുക്കാമെന്ന്. ഇപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുകയാണ്. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെൻഡിങ് ലിസ്റ്റ്, അപ്രൂവ്ഡ് ലിസ്റ്റ്, റിജക്റ്റഡ് ലിസ്റ്റ്. നേരത്തെ നമുക്ക് അപ്രൂവ്ഡ് ലിസ്റ്റിൽ ആരും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിത് കൊടുത്തു. ഇത് 9 മാസം നമ്മളത് അപ്രൂവ്ഡ് ലിസ്റ്റിലേക്ക് വന്നു. നമുക്കത് വീണ്ടും അത് കാണാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ മാസത്തെയും നമ്മൾ വെരിഫൈ ചെയ്യുക. റിജക്ട് ചെയ്ത റിജക്റ്റഡ് ലിസ്റ്റിൽ വരും. നമ്മളൊന്നും റിജക്ട് ചെയ്യാത്തതുകൊണ്ട് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇത്രമാത്രമാണ് ഈ ഒരു സൈറ്റിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ട്രഷറി ബിൽ ബുക്കും അതുപോലെ തന്നെ ശമ്പള ബില്ലും ഡീറ്റെയിൽസും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് തീർക്കാം. പ്രിന്റഡ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഓരോ മാസത്തെയും വേഗം നോക്കി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ റീകൺസിലിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാവരും, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും, എയ്ഡഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും നിർബന്ധമായും റീകൺസിലിയേഷൻ 15-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.